നമസ്കാരം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പാണിത്. ഇവിടെ ധാരാളം പാത്രങ്ങളുടെ കളക്ഷൻസ് ഉണ്ട്. അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ പാത്രങ്ങളൊക്കെ കണ്ടോ? ഇത് ഡൈനിങ് ടേബിൾ ഫുഡ് സെർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. നല്ല വലിപ്പമുള്ള പാത്രങ്ങളാണ്. ഇതൊരു 10-20 പേർക്കുള്ള ഭക്ഷണം എടുത്തു വയ്ക്കാനുള്ള വലിപ്പമുണ്ട്. ഇത് കണ്ടോ? പഴയ കാലത്തെ ചിമ്മിനി വിളക്കിൻ്റെ മോഡലാണ്. ഇതിൻ്റെ അകത്ത് പക്ഷേ ലൈറ്റാണ്. ഇത് ബൊഫേക്ക് വെക്കുന്ന സെർവിങ് ഡിഷാണ്. എല്ലാം നല്ല സ്വർണ്ണ കളറിലുള്ള പാത്രങ്ങൾ. ചെറുതും വലുതുമായ പലതരത്തിലുള്ള കാസറോളുകൾ. ഇതധികവും അറബികളുടെ വീട്ടിൽ കാണുന്ന പാത്രങ്ങളാണ്. അവരാണ് ആ ഷോപ്പിൽ ചെന്നപ്പോൾ കൂടുതലും ഉള്ളതും ഈ പാത്രങ്ങളൊക്കെ വാങ്ങാൻ നിൽക്കുന്നതും. ഇത് ഊത് കത്തിക്കുന്ന പാത്രമാണ്. ഇവിടെ വീടുകളിലും ഓഫീസുകളിലും ഷോപ്പിംഗ് മോളുകളിലും എല്ലാം ഇത് കത്തിക്കും. നമ്മുടെ നാട്ടിൽ കുന്തിരിക്കം കത്തിക്കുന്ന പോലെ. എന്ത് ഭംഗിയായിട്ടാണ് ഇതൊക്കെ ഇരിക്കുന്നു നോക്കിക്ക്. പൂക്കളും ഇത് ഊത് കത്തിക്കാനുള്ള സെറ്റാണ്. ഇതുകൊണ്ടെടുത്ത് ഈ കുഞ്ഞു പാത്രത്തിൽ നിന്നെടുത്ത് വലിയ പാത്രത്തിലേക്ക് ഊതിടും. ഇതൊരു ഡിന്നർ സെറ്റ്. ഇതൊക്കെ കേക്ക് സ്റ്റാൻഡ്. ഇത് ഡിസേർട്ട് സ്റ്റാൻഡ്. പല വിധത്തിലുള്ള ഡിസേർട്ട് നമുക്കിതിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇനിയുള്ളത് ഫ്ലാസ്കിൻ്റെ ഏരിയയാണ്. നോക്കിക്ക് എന്നാ ഭംഗിയുള്ള ഫ്ലാസ്കാണ്. ഇത് കണ്ടോ? കപ്പ്, സോസറ്, ഫ്ലാസ്ക് എല്ലാം കൂടെയുള്ള ടീ സെറ്റ്. പല വിധത്തിൽ പെയിൻറ് ചെയ്തതും പ്ലെയിനായിട്ടുള്ളതും പ്രിൻ്റഡും എല്ലാമായ വെറൈറ്റി ടീ സെറ്റുണ്ട്. ഇത് പിക്നിക് സെറ്റാണ്. ഇവിടെ ഒരുപാട് സ്ഥലത്ത് പിക്നിക് സ്പോട്ടുകളുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് കൊണ്ടുപോയി എവിടെ നിന്ന് കഴിക്കാം. ഇതിൻ്റെ അകത്ത് സ്പൂണും ഫോർക്കും പ്ലേറ്റും ഗ്ലാസും എല്ലാം ഉണ്ട്. ഇത് ഭക്ഷണം ഉണ്ടാക്കി പുറത്ത് പോയിരുന്ന് കഴിക്കാം. പലതരത്തിലായിട്ട് ആയിരക്കണക്കിന് ഫ്ലാസ്കുകൾ കാണും. ഫ്ലാസ്കിനൊക്കെ ഇത്രയും വലിയ കളക്ഷൻ ആദ്യമായിട്ട് കാണുക. ഇതൊരു അറബി സ്റ്റൈൽ ഫ്ലാസ്ക്. എന്തൊരു ഭംഗിയാണ്. ഈ ഫ്ലാസ്ക് ആണെങ്കിൽ ഒരു മയിൽ പോലെ ഇരിക്കുന്നു. മയിൽ പീലിയുടെ പടവുമുണ്ട്. ഒരു കുഞ്ഞി ഫ്ലാസ്ക്. ഇതൊക്കെ ചായയും ജ്യൂസും ഒക്കെ എടുക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ട്രേകളാണ്. ഇതാണേൽ നോൺ സ്റ്റിക്ക്, ഗ്രാനൈറ്റ്, സെറാമിക് പാത്രങ്ങളുടെ സെറ്റാണ്.
ഇത് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ സെർവ് ചെയ്യാനുള്ള പാത്രം. ഇത് ഫ്രൂട്ട്സ് സെർവ് ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളാണ്. ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നട്ട്സ് സെർവ് ചെയ്യാനുള്ളത് തന്നെ. ഇത് ഭംഗിയുള്ള ഒരു ചെറിയ ടീ സെറ്റ്. ഈ നീല ഡീപ്പ് ലൈറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി, അതുകൊണ്ട് ഞാനതും എടുത്തു. ഈ ഫ്രൂട്ട് ബൗളെല്ലാം പ്ലാസ്റ്റിക്കാണ്. കണ്ട ഗ്ലാസ്സാണെന്ന് തോന്നുമെങ്കിലും പ്ലാസ്റ്റിക്കാണ്. ഇത് അത്യാവശ്യം കുഴിയൊക്കെ ഉള്ളൊരു പാത്രമാണ്. കേക്ക് മിക്സ് ചെയ്യാനൊക്കെ ഉപകരിക്കും. ഇനി അങ്ങോട്ട് കുപ്പിപ്പാത്രങ്ങളുടെ കളക്ഷനാണ്. ഇത് കണ്ടോ, വലിയൊരു മുട്ടായി ഭരണി. ഇതൊക്കെ മുട്ടായിയും ബിസ്ക്കറ്റും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന നല്ല ഭരണികളാണ്. ഇതൊക്കെ നല്ല വലിപ്പമുള്ള കുപ്പിഭരണികളാണ്. അടപ്പ് പ്ലാസ്റ്റിക്കാന്നേ ഉള്ളൂ. അടുക്കള സാധനങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുപ്പികളാണ്. പയറുവർഗ്ഗങ്ങളെ, പഞ്ചസാര, കോഫി, പാസ്ത, അങ്ങനെ എല്ലാ സാധനങ്ങളും വയ്ക്കാൻ പറ്റിയ കുപ്പികളിവിടെ ഉണ്ട്. ഇത് കണ്ടോ, ഈഫിൽ ടവർ പോലത്തെ ഒരു കുപ്പി. അത് ഞാൻ മേടിച്ചേ. ഇനിയും പലതരത്തിലുള്ള കാസറോള്.
ഇത് അഫ്ഗാനിസ്ഥാൻകാരുടെ കുക്കറാണ്. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇതെങ്ങനെയാണ് തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യേണ്ടതെന്ന് മോൻ എനിക്ക് കാണിച്ചു തരിക. ഇതും കണ്ടാൽ നമ്മുടെ ഓട്ടുപാത്രത്തിൻ്റെ അകം പോലെ ഇരിക്കും. അടപ്പാണെങ്കിൽ നമ്മുടെ കുക്കറിൻ്റെയൊക്കെ വാഷർ പോലെ വാഷറും വെയിറ്റും ഒക്കെ ഉള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളെ കണ്ടതുകൊണ്ട് കുഞ്ഞ് ഞങ്ങളുടെ അടുത്തുനിന്ന് മാറുന്നേ ഇല്ല. കുഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് കൂടെ അങ്ങ് നടക്കും. ചൂരൽ കൂടെ കണ്ടോ? ഇനി അങ്ങോട്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ സെക്ഷനാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ കെറ്റിൽ ഇതാണ്. ഇത്രയും വലുത് ഹോട്ടലുകാരുടെ കയ്യിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ ഷോപ്പിംഗ് വ്ലോഗ് ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.